ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ കണ്ടാലോ. ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കിച്ചണിലോട്ട് പോവുകയാണ്. പോയി നമ്മൾ കിച്ചണിൽ ലൈറ്റൊക്കെ ഓണാക്കി അവിടെ ഇവിടെയൊക്കെ പാത്രം വാഷ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടുക്കി വെച്ചു. പിന്നെ ഞാൻ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ജീരകവെള്ളം തിളപ്പിച്ച് കുടിക്കും. അതെന്നും കുടിക്കുന്നത്. പിന്നെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ശേഷം ദോശമാവ് ഉണ്ടായിരുന്നു. അങ്ങനെ ദോശമാവ് എല്ലാവർക്കും ഗീ ദോശ മതിയെന്ന് പറഞ്ഞു. അത് കാരണം വലുതായിട്ട് പരത്തി എടുത്തിട്ട് പിന്നെ ഗീ ഒഴിച്ച് ദോശ ഉണ്ടാക്കി വെച്ചു. പിന്നെ ചായയൊക്കെ തിളപ്പിച്ച് വെച്ചു. മക്കൾക്കൊക്കെ ഗീ ദോശ വേണം ഇന്നലെ രാത്രിയേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചോദിച്ചു മസാല ദോശ വേണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മസാല ദോശ വേണ്ട, എല്ലാവർക്കും ഗീ ദോശ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഞാൻ ഗീ ദോശ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ കൂടെ മക്കൾക്ക് തക്കാളി ചട്നി മതിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ഓർത്തു ഒരാളെ പോയി വിളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. എൻ്റെ ഇടയ്ക്ക് ഞാൻ അമ്മുനെ വിളിക്കാൻ വേണ്ടി വരുവാണ് കേട്ടോ. ഇവരെയൊക്കെ വിളിച്ച് ഉണർത്താനാണ് ഏറ്റവും വലിയ പാട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സമയം പോകുന്നത് രാവിലെ ഇങ്ങനെയാണ്. ഇവരെ വിളിച്ച് ഉണർത്തി ഒരു കണക്കിനെടുത്ത് അമ്മുനെ ഉണർത്തി വിട്ടിട്ട് പിന്നെ പോയി ഞാൻ ഇത് എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? തക്കാളി ചട്നിക്കും എടുക്കാം. പിന്നെ ഇന്ന് മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു വിടുന്നത് കാരക്കുഴമ്പ് സാധമാണ്. കാരക്കുഴമ്പ് സാധം അല്ലെങ്കിൽ നമ്മൾ പുളിസാദം എന്ന് പറയും. അത് ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒന്ന് പറയണേ. ഞാനാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ ഞാൻ അതിന് വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി എല്ലാം പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക. അപ്പോൾ അതിനകത്ത് തന്നെ കുറച്ചെടുത്ത് നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബോയിൽ ചെയ്യാൻ വെച്ചു. ഈ സാദത്തിൻ്റെ കൂടെ കൊടുത്തു വിടുന്നത് നമ്മൾ ബോയിൽഡ് എഗ്ഗാണ് ഇവർക്ക് കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ എല്ലാം ഇട്ടിട്ട് പിന്നെ അടുത്ത ആൾക്കാരെ വിളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കിച്ചുവിനെയും അക്കുവിനെയും കൂടെ വിളിക്കാൻ വേണ്ടി കയറി പോവാണ്. ഞാൻ കട്ട നീക്കിയിട്ട് വെളിച്ചം കയറാൻ വേണ്ടി. എന്നിട്ട് പോലും അവർ എഴുന്നേറ്റില്ലതേ ഉറക്കമാണ്. അങ്ങനെ വിളിച്ച് വിട്ടിട്ട് ഇതാണ് കാരക്കുഴമ്പ് സാദം എന്ന് പറയുന്നത്, അതായത് പുളിസാദം എന്ന് പറയുന്നത്. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇതൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാകുമ്പോൾ കറികളൊന്നും വേണ്ട, അവർക്ക് പെട്ടെന്ന് സ്പൂൺ വെച്ച് കോരി തിന്നാവും. അല്ലെങ്കിൽ പിന്നെ വെളിയിലോട്ടൊക്കെ ഇറക്കി വിടത്തില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവരുടെ സ്കൂളിൽ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അതിന് വേണ്ടി എല്ലാം റെഡിയാക്കി. പിന്നെ കുറച്ചെടുത്ത് അതിനകത്തുനിന്ന് ഞാൻ തക്കാളി ചട്നിക്ക് വേണ്ടി വെച്ചതാണ്. അപ്പോൾ കുറച്ചെടുത്ത് തക്കാളി ചട്നി ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യാവേ. തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മക്കൾക്കൊക്കെ അതായത് ദോശവരെല്ലാം കുളിച്ചിട്ട് വന്നു. അപ്പോഴേക്കും ദോശയൊക്കെ എല്ലാവർക്കും എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. തക്കാളി ചട്നി മതിയെന്ന് പറഞ്ഞു കേട്ടോ. അത് കാരണം പിന്നെ എല്ലാവർക്കും പ്ലേറ്റിനകത്ത് 2 എണ്ണം വെച്ച് എടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ട് ഞാൻ ടേബിളിൻ്റെ പുറത്ത് കൊണ്ട് വെക്കുവാൻ പോവാണ്. അപ്പോൾ ഇക്കായ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഇക്കായ്ക്ക് മാത്രം ഇനി തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കണം. ഇക്കായ്ക്ക് അതാണ് ഇഷ്ടം. മക്കൾക്ക് ഇത് ഇഷ്ടം, ഇക്കായ്ക്ക് തേങ്ങാ ചമ്മന്തിയാണ് ഇഷ്ടം. അങ്ങനെ 3 പേർക്കും കൊണ്ട് ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മുവാണ് ഫസ്റ്റ് കുളിച്ച് റെഡിയായി വരുന്നത് കേട്ടോ. അങ്ങനെ വന്നിട്ട് അമ്മു ഇരുന്ന് കഴിക്കുകയാണ്. അക്കുവും കിച്ചു ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ അക്കുവിനെ പിന്നെ വിളിച്ചുകൊണ്ട് വരുവാണ് കഴിക്കാൻ വേണ്ടി. അങ്ങനെ അക്കുവും വന്ന് കഴിക്കാൻ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ എല്ലാം ഒന്ന് ലഞ്ച് ബോക്സ് സെറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു ബോയിൽഡ് എഗ് ആണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ കോമ്പിനേഷൻ അങ്ങനെയാണ് കേട്ടോ. വേറെ സൈഡ് ഡിഷായിട്ട് ഒന്നും വരത്തില്ല കേട്ടോ. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. അപ്പോഴേക്കും അക്കൂട്ടം വന്നിരുന്ന് കഴിച്ചു. അമ്മു കഴിച്ചിട്ട് എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം അക്കു വന്ന് കഴിയും. ഓരോരുത്തരും അവരോട് ഒരുങ്ങി കഴിഞ്ഞ് വന്ന് കഴിക്കും കേട്ടോ. പിങ്കിയാണെങ്കിൽ അക്കൂട്ടൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇക്ക എഴുന്നേറ്റ് വന്നു. പിന്നെ ഇക്കായ്ക്ക് ചായ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇക്കായ്ക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തു, എനിക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തു കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. മക്കളെ അപ്പോഴൊക്കെ ഞാൻ യാത്രയാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അവർ പോയതിന് ശേഷം പിന്നെ തിരിച്ച് കയറി വന്ന് രണ്ടും കൂടെ വിഷമിച്ച് കിടക്കുവാണ്. എന്താണെന്ന് അറിയത്തില്ല. അവർ പോയതിൻ്റെ സങ്കടത്തിൽ പിന്നെ ടാങ്ക് നിറച്ചും പാത്രമൊക്കെ കിച്ചണൊക്കെ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാനതെല്ലാം ഒന്ന് വാഷ് ചെയ്ത് വെച്ച് ടേബിളൊക്കെ കിടക്കുന്ന കോലം കണ്ടില്ലേ. പിന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വേണം എനിക്ക് ഷോപ്പിൽ പോകാൻ. പിന്നെ തുണിയൊക്കെ വിരിച്ചിട്ടു. ഞാൻ തുണിയെല്ലാം വാഷ് മെഷീനിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം പിന്നെ ഞാൻ കുളിക്കാൻ പോയി. അങ്ങനെ കുളിച്ചിട്ട് ഇറങ്ങി വരുവാണ് ഗൈസ്. ഇനി ഇക്കാടെ കൂടാണ് ഞാനിന്ന് ഷോപ്പിലോട്ട് പോകുന്നത്. കാരണം ഇക്കാടെ കാറാണെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക എൻ്റെ സ്കൂട്ടിയിലാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോട് ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുങ്ങി എല്ലാം റെഡിയായി. ഇക്ക ആദ്യം തന്നെ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഗേറ്റും ഗ്രില്ലും എല്ലാം പൂട്ടി താഴോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഒന്നിച്ചാണ് ഷോപ്പിലോട്ട് പോകുന്നത്. അപ്പോൾ എനിക്കവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോകാനുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ ആ സ്ഥലത്തോട്ട് പോകും. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വലിയൊരു ആക്സിഡൻറ്റും കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇതിനകത്തുനിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഭയങ്കര സ്പീഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നത്. അത് കാരണമാണ് ആക്സിഡൻറ്റ്. ഇത് കണ്ടപ്പോൾ തന്നെ രാവിലെ തന്നെ അങ്ങ് ഒരു വിഷമത്തിന് കാരണമായി. പിന്നീട് SRM യൂണിവേഴ്സിറ്റിയാണ് ഇത് ചെന്നൈയിൽ. അറിയാത്തവരുണ്ടാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഈ ട്രെയിനൊക്കെ പോകുന്നത് കണ്ടില്ല. ഇവിടുന്ന് പാസ് ചെയ്ത് വേണം ഞങ്ങൾ പോകുന്ന സ്ഥലത്തോട്ട് പോകാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയപ്പോഴേക്കും വഴിയിൽ ഒരു അക്കാണെങ്കിൽ
ആണെങ്കിൽ ചായയൊക്കെ ഇട്ട് വിൽക്കുന്നത്, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചായയാണ്. അങ്ങനെ ഞാനും ഇക്കായും കൂടെ 2 ചായ വാങ്ങിച്ച് വഴി വെച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂട്ടി നിർത്തിയിട്ട് വഴി വെച്ച് വാങ്ങിച്ച് കുടിച്ചേ. അത് കണ്ടപ്പോഴേക്കും അങ്ങനെ വാങ്ങിച്ച് കുടിച്ചിട്ട് തിരിച്ച് വരുന്ന വഴി കുറേ കുതിരകളെ കണ്ടു. പിന്നെ അതൊക്കെ വീഡിയോ എടുത്തേനെ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലോട്ട് വന്ന് കയറുകയാണ്. റെസ്റ്റോറൻറ്റിലെ ഫുഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട്, മത്തി ഫ്രൈ ഉണ്ട്, പിന്നെ ഇത് ചമ്മന്തി അരച്ചതാണ്, പിന്നെ എന്തോ ഒരു കൂട്ടുകറിയാണ്, പിന്നെ ഇതൊരു കോവയ്ക്ക തോരനാണ്, പിന്നെ ഇത് അയല മുളകിട്ട കറിയാണ്, പിന്നെ ചിക്കനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ബീഫ് കറിയാണ്. എല്ലാം ഉരുളിയുടെ അകത്താണ് വെക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ബിരിയാണി ദം ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ പോയി കൗണ്ടറിൽ ഇരുന്നപ്പോൾ എനിക്കൊരു ബ്ലാക്ക് ടീ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു സന്തോഷ് ഭായ്. പിന്നെ ഞാൻ അതൊക്കെ കുടിച്ചു. കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ ഞാൻ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടി കുറേശ്ശെ എല്ലായിടത്തും എടുത്ത് ഞാൻ ലഞ്ചൊക്കെ കഴിച്ചു. അപ്പോഴേക്കും ഇക്ക വീട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക പഴമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിലോട്ട് വരികയാണ്. ഇക്ക വന്നതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ വരുന്നത്. വന്ന ഉടനെ ഞാൻ ഇവിടെ ഓൺ അടിക്കുമ്പോൾ തന്നെ അക്കും അമ്മും കൂടെ മോളിൽ നിന്ന് ഇറങ്ങി വരുവേ. പിന്നെ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇവരുടെ കൈ കൊടുക്കും കേട്ടോ. ഇക്ക പഴമൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് എൻ്റെ കൈ തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവരായി കൊടുക്കുവാണ്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞായിരുന്നു കടയിൽ നിന്നൊരു ഫ്രൂട്ടി എടുത്തുകൊണ്ട് വരണേന്ന്. അങ്ങനെ ഞാൻ കടയിൽ നിന്നൊരു ഫ്രൂട്ടിയും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അക്കു അമ്മു ഞാൻ ഓൺ അടിച്ചുകൊണ്ട് 2 പേരും ഇറങ്ങി വന്നു. പക്ഷേ അക്കുവിന് മാത്രം കൊണ്ടുപോകാനുള്ള സാധനമേ ഉള്ളായിരുന്നു. അമ്മു ഇറങ്ങി വന്നതാണ്. അങ്ങനെ ഞങ്ങൾ കയറി മേളിലോട്ട് പോവുകയാണ്. അപ്പോൾ കിച്ചു ഉണ്ട് കേട്ടോ. കിച്ചു മുകളിലോട്ട് അങ്ങനെ ഗ്രില്ലൊക്കെ പൂട്ടി മുകളിലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ കിച്ചു ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കിച്ചു അപ്പം റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇത്രയും നേരം എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പഠിക്കുമായിരുന്നു, എക്സാം ആയതുകൊണ്ട് പഠിക്കുമായിരുന്നു അക്കു അമ്മും പറഞ്ഞു. അങ്ങനെ അവരവിടെ തന്നെ ഇരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പോയി നിസ്കരിച്ചിട്ട് വന്നിരുന്ന് പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും നിസ്കരിക്കാൻ വേണ്ടി മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി പോയി. അവരോടും പറഞ്ഞു മടക്കി വെച്ചിട്ട് പോയി നിസ്കരിക്കാൻ. അങ്ങനെ കിച്ചു ആണെങ്കിൽ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. കിച്ചുവിന് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട് അവിടെ പോയിട്ട്. അപ്പോൾ അതിനുവേണ്ടി കിച്ചു പോവുകയാണ്. അപ്പോൾ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിച്ചു റാപ്പിഡോ ബൈക്കുകാരൻ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ, റാപ്പിഡോ ബുക്ക് ചെയ്ത് അതിനകത്ത് കയറി കിച്ചു പോവുകയാണ്. അപ്പോൾ ലൊക്കേഷൻ അയച്ചു കൊടുത്തതാണ്, പക്ഷേ അവിടെ പോയാണ് ലൊക്കേഷൻ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ കിച്ചു കയറി പോയതിന് ശേഷം ഞാൻ പിന്നെ വീണ്ടും അകത്തോട്ട് കയറിയായിരുന്നു കിച്ചുവിൻ്റെ യാത്രയൊക്കെ. അപ്പോഴേക്കും അക്കോട്ടൻ എൻ്റെ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡൊക്കെ വെച്ച് റെഡിയാക്കി തരും. അതിന് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ രാത്രിയിലത്തെ ഫുഡ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചത് ചിക്കൻ പുട്ടാണ് കേട്ടോ, മിക്സ്ഡ് പുട്ടാണ്. പിന്നെ കുറച്ച് ഒനിയനുണ്ട്, മയോണൈസ് ഉണ്ട്, പിന്നെ പുതിനയില ചട്നി ഉണ്ട്, എഗ്ഗ് നൂഡിൽസാണിത്, പിന്നെ ബ്രോസ്റ്റഡ് ചിക്കനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ രാത്രി കഴിക്കാൻ പോകുന്നത്. ഞാൻ എല്ലാം എടുത്ത് വെച്ചു. ഇവിടെ ഇവരെ വിളിച്ചിട്ട് ഇവരാരും വരുന്നില്ല. അവരിരുന്ന് പഠിത്തം തന്നെ പഠിത്തം, അവർ പഠിച്ച് തീരാതെ കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം നൂഡിൽസ് എടുത്ത് വെച്ച് സ്പൂൺ വെച്ച് ഇങ്ങനെ കോരി തിന്നുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പഠിച്ചു എന്ന് പറഞ്ഞു. എക്സാം അല്ലേ, മന്ത്ലി ടെസ്റ്റ് ആണെങ്കിലും ഇവർക്ക് ഭയങ്കര ഇതാണ്. അത് കാരണം ഞാൻ ബ്രോസ്റ്റഡ് ചിക്കനാണ് കഴിച്ചത്, അവർക്കാർക്കും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ചിക്കൻ പുട്ട് ബാലൻസ് ബാക്കിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു, വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ വാഷ് ചെയ്യാൻ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോഴേ ഇട്ടതാണെങ്കിൽ നാളെ രാവിലത്തേക്ക് വിരിച്ചിടാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വാഷ് ചെയ്യാനിട്ടു. അപ്പോഴേക്കും ഞാൻ മക്കൾ എന്ത് ചെയ്യുന്ന പോയി നോക്കിയപ്പോൾ ഇവിടെ ഇരുന്ന് പഠിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിസ്കരിക്കാനും ഒക്കെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് കിടക്കാൻ വേണ്ടി പോയി നിസ്കരിച്ചിട്ട്. അവരിരുന്ന് പഠിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ 9:15 ഉള്ളായിരുന്നു കേട്ടോ. ഒരുത്തൻ കാണിക്കുന്ന അഹങ്കാരം കണ്ടില്ലേ, ഈ ഫുട്ബോളിനകത്ത് കയറി നിന്നുകൊണ്ട് അമ്മു പറഞ്ഞു കൊടുക്കുകയാണ് പഠിക്കാൻ. അപ്പോൾ അങ്ങനെ അമ്മൂനോട് ചോദിച്ച് പഠിക്കുവാണ്. അപ്പോൾ അവിടെ ഇരുന്ന് അവർ പഠിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ നിസ്കരിച്ചിട്ട് കുറച്ച് നേരം പോയി കിടക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഞാൻ പോയി കിടക്കാൻ പോവാണ്. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. ഇതുപോലെ അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നവർ ബൈ. താങ്ക് യു.